മാത്തമാറ്റിക്സ് ഏറ്റവും ഈസി സബ്ജക്റ്റാണ്. അത് നമ്മൾ കഷ്ടപ്പെട്ടല്ല പഠിക്കുക, ഇഷ്ടപ്പെട്ട് പഠിക്കണം. ഇപ്പോൾ സെറ്റിൻ്റെ നെക്സ്റ്റ് പാർട്ടാണ് ഓപ്പറേഷൻസ് ഓൺ സെറ്റ്. സെറ്റ് എന്താണെന്ന് പറഞ്ഞു, ടൈപ്പ് ഓഫ് സെറ്റ്സ് പറഞ്ഞു, സബ്സെറ്റുകളെ കുറിച്ച് പറഞ്ഞു. ഇനി നമുക്ക് സെറ്റിൻ്റെ ഓപ്പറേഷൻസ്, ദാറ്റ് മീൻസ് ഓൾജിബ്ര ഓഫ് സെറ്റ്സ്. 2 സെറ്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് ആ സെറ്റിനെ എങ്ങനെയൊക്കെ എന്തൊക്കെ ചെയ്യാം, അതാണ് ഓൾജിബ്ര. അതിൻ്റെ ഉള്ളിൽ ഫസ്റ്റ് യൂണിയൻ ആണ്. 2 സെറ്റ് തന്നേക്കാണ്. എ ദറ്റ് ഈസ് ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 3 4 5, 2 സെറ്റ്. ഈ സെറ്റിൻ്റെ യൂണിയൻ ഫസ്റ്റ് ഓപ്പറേഷനായിട്ട് പറയുന്നത് യൂണിയൻ ആണ്. അപ്പോൾ എ യൂണിയൻ ബി എന്നാൽ 1 2 3 4 5, ഇതാണ് എ യൂണിയൻ ബി. രണ്ടിലുമുള്ള എല്ലാ എലമെൻസിനെയും കൂടി ഒരുമിച്ച് എഴുതുന്നതിനെയാണ് യൂണിയൻ എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് അതിൻ്റെ ഡെഫിനിഷൻ എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ഓർ എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇതാണ് അതിൻ്റെ ഡെഫിനിഷൻ. ഓക്കെ, വെൻ ഡയഗ്രാമിൽ നമ്മൾ റെപ്രസെൻറ്റ് ചെയ്യുന്നത് ഇത് യൂണിവേഴ്സൽ സെറ്റാണ്. എ എന്ന് പറയുന്ന സെറ്റ്, ബി എന്ന് പറയുന്ന സെറ്റ്. അപ്പോൾ ഇവിടെ 3 എന്ന് പറയുന്ന കോമൺ എലമെൻറ്റ് വരും. ഇതിൽ 1 2 പിന്നെ ഇത് 4 5. അപ്പോൾ അതാ ഇതെല്ലാം കൂടി നമ്മൾ എഴുതുന്നതിനെയാണ് നമ്മൾ എന്ത് പേര് പറയുന്നത്, എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇതിൻ്റെ ഉള്ളിൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇപ്പോൾ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി, എ യൂണിയൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ബി യൂണിയൻ എ. അതുപോലെ എ യൂണിയൻ ബി യൂണിയൻ സി ദറ്റ് ഇസ് ഈക്വൽ ടു എ യൂണിയൻ ബി യൂണിയൻ സി. ഓക്കെ, എ യൂണിയൻ എ ദറ്റ് ഇസ് ഈക്വൽ ടു എ നമുക്കറിയാം, ഐഡംപൊട്ടൻ ലോയാണ്. ഇനി എ യൂണിയൻ 5 ദറ്റ് ഇസ് ഈക്വൽ ടു എ. 5 എന്ന് പറഞ്ഞാൽ ഒന്നുമില്ലാത്ത ഒരു എലമെൻറ്റാണ്. അതും എയും കൂടി യൂണിയൻ ആയാൽ എ തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇനി എ യൂണിയൻ യൂണിവേഴ്സൽ സെറ്റ് ദറ്റ് ഇസ് ഈക്വൽ ടു യൂണിവേഴ്സൽ സെറ്റാണ്. ഓക്കെ, യൂണിവേഴ്സൽ സെറ്റിൻ്റെ ഉള്ളിൽ കൂടെ എയും കൂടിയാണ് യൂണിയൻ ചെയ്യുന്നതെങ്കിൽ യൂണിയൻ തന്നെയാണ്. ഇതൊക്കെ നമുക്ക് 1 മാർക്കായിട്ട് നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ ഇതൊക്കെ 1 മാർക്കായിട്ട് നമുക്ക് ആവശ്യം വരുന്നതാണ്. അപ്പോൾ നോട്ടീസ് ചെയ്യേണ്ടതാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമ്മളുടെ യൂണിയൻ എന്നാണ് നമ്മുടെ ഫസ്റ്റ് പോയിന്റ്. യൂണിയനിൽ യു, ഇതാണ് യു ഡിനോട്ട് ചെയ്യുന്നത്. യു പോലെയുള്ള ആ സിമ്പിൾ, യൂണിയനിൽ യു പോലെയുള്ള ഈ സിമ്പിളാണ് ഡിനോട്ട് ചെയ്യുന്നത്. ഇനി രണ്ടാമത്തെ ഇൻ്റർസെക്ഷൻ. ഇൻ്റർസെക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്കെ, ഇൻ്റർസെക്ഷൻ്റെ സിമ്പിൾ എന്ന് പറഞ്ഞാൽ യു മറച്ചിട്ട് വരുന്നതാണ് ഇൻ്റർസെക്ഷൻ. ഓക്കെ, ഇതാണ് സിമ്പിൾ. ഇപ്പോൾ ഈ എക്സാമ്പിളിൽ തന്നെ ഇൻ്റർസെക്ഷൻ എ ദറ്റ് ഇസ് ഈക്വൽ ടു 1 2 3, ബി ഈക്വൽ ടു 3 4 5. അപ്പോൾ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ രണ്ടിലും കൂടി കോമൺ ആയിട്ട് എന്തെങ്കിലും എലമെൻറ്റ് ഉണ്ടോ എന്ന് നോക്കുക. അപ്പോൾ ഇവിടെ 3 ഉണ്ടല്ലേ കോമൺ ആയിട്ട്. അപ്പോൾ 3 ആണ് ഇവിടെ ഇൻ്റർസെക്ഷൻ. അതായത് റിപ്പീറ്റഡ് ആയിട്ട് വരുന്ന എലമെൻറ്റിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻ്റർസെക്ഷൻ എന്ന് പറയുന്നത്. കോമൺ ആയിട്ട് വരിക. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എങ്ങനെയാണ്, എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഓക്കെ, അതായത് എയിലെയും എലമെൻ്റ് ആയിരിക്കണം, ബിയിലെയും എലമെൻ്റ് ആയിരിക്കണം. അങ്ങനെ വന്നാലാണ് ഇൻ്റർസെക്ഷൻ പറയുക. അപ്പോൾ ഇൻ്റർസെക്ഷനെ എങ്ങനെയാണ് നമ്മൾ പിക്ടോറിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്നത് നോക്കിക്കോളൂ. അതായത് എ ബി 2 സെറ്റാണ്, എയും ബിയും. ഈ കോമൺ ആയിട്ടുള്ള പോർഷനാണ് നമ്മൾ ഇൻ്റർസെക്ഷനായിട്ട് ഡിനോട്ട് ചെയ്യുന്നത്. ഇതിനും പ്രോപ്പർട്ടീസ് എല്ലാം ഉണ്ട്. ഇതേപോലെ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ദറ്റ് ഇസ് ഈക്വൽ ടു ബി ഇൻ്റർസെക്ഷൻ എ. ഓക്കെ, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടിയാണ്. പിന്നെ അസോസിയേറ്റീവ് പ്രോപ്പർട്ടി ഉണ്ട്, ലോ ഓഫ് 5 ഉണ്ട്. എ ഇൻ്റർസെക്ഷൻ 5 ഇമ്പോർട്ടൻ്റ് ആണിത്. ലോ ഓഫ് 5, എ ഇൻ്റർസെക്ഷൻ 5, എയും 5യും കൂടി ഇൻ്റർസെക്ഷൻ. 5 എന്ന് പറഞ്ഞാൽ ഒറ്റ എലമെൻറ്റും ഇല്ല. അപ്പോൾ രണ്ടിലും കൂടി കോമൺ എലമെൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നുമില്ലാത്ത സെറ്റ്, ദാറ്റ് മീൻസ് 5, നൾ സെറ്റ്. ഇനി എ ഇൻ്റർസെക്ഷൻ യൂണിവേഴ്സൽ സെറ്റ്, ദാറ്റ് മീൻസ് എ. യു എന്ന് പറയുന്ന യൂണിവേഴ്സൽ സെറ്റിൽ ഒത്തിരി എലമെൻറ്റ്സ് ഉണ്ട്. പക്ഷേ എയിൽ 1 2 3 അല്ലെങ്കിൽ കുറച്ച് എലമെൻറ്റ്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കോമൺ ആയിട്ട് രണ്ടിലും കൂടി എന്താണ്, എയിലുള്ള എലമെൻറ്റ്സ് ആണ്. അപ്പോൾ ഇനി ഐഡംപൊട്ടൻ ലോ, എ ഇൻ്റർസെക്ഷൻ എ ദറ്റ് ഇസ് ഈക്വൽ ടു എ തന്നെ വരിക. അപ്പോൾ ഇതിൻ്റെ ഉള്ളിലുണ്ട് എ യൂണിയൻ എ ദറ്റ് ഇസ് ഈക്വൽ ടു എ തന്നെ വരിക. ഇതിനെ സാധാരണ ഐഡംപൊട്ടൻ ലോ എന്നാണ് പറയുക. അപ്പോൾ കമ്മ്യൂട്ടേറ്റീവ് ലോ ഉണ്ട്, അസോസിയേറ്റീവ് ലോ ഉണ്ട്, ലോ ഓഫ് 5 ഉണ്ട്, ലോ ഓഫ് യൂണിവേഴ്സൽ സെറ്റ് ഉണ്ട്. ഇതെന്താണ്, ഐഡംപൊട്ടൻ ലോ ഉണ്ട്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതും ഇമ്പോർട്ടൻ്റ് ആണ്. 1 മാർക്ക് ക്വസ്റ്റൻ ആയിട്ട് ചോദിക്കാറുള്ളതാണ്.
അപ്പോൾ യൂണിയനും കഴിഞ്ഞു, ഇൻ്റർസെക്ഷനും കഴിഞ്ഞു. ഇനി ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഡിസ്ജോയിൻറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നും സെറ്റിൻ്റെ ഉള്ളിൽ ഒറ്റ എലമെൻറ്റും ഇല്ലാത്ത, വെൻ ഡയഗ്രാമിൽ വരയ്ക്കുമ്പോൾ എളുപ്പം കിട്ടും. ഇതാ കണ്ടോ, ഇത് എ ആണ്, ബി ആണ്, പരസ്പരം ഒന്നും ജോയിൻ്റായി കിടക്കുന്നില്ല, ഡിസ്ജോയിൻ്റ് ആയിട്ടാണ് കിടക്കുന്നത്. ഇത്തരം സെറ്റുകളെയാണ് ഡിസ്ജോയിൻറ്റ് സെറ്റ്. ഇതിൻ്റെ ഉള്ളിൽ എ ഇൻ്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ നൾ സെറ്റാണ്. ഇതാണ് ഡിസ്ജോയിൻറ്റ് സെറ്റിൻ്റെ പ്രോപ്പർട്ടി. ഓക്കെ, എ ഇൻ്റർസെക്ഷൻ ബി ഈക്വൽ ടു നൾ സെറ്റ്. ഇനി നമുക്ക് ഡിഫറൻസ് ആണ്, രണ്ട് സെറ്റുകളുടെ ഡിഫറൻസ് ഓഫ് എ ടു സെറ്റ്. ഡിഫറൻസ് ഓഫ് സെറ്റ്സ് എ ഈക്വൽ ടു, ഇപ്പം എ ഈക്വൽ ടു 1 2 3 തന്നേക്കുന്നു, ബി ദറ്റ് ഇസ് ഈക്വൽ ടു 3 4 5 തന്നേക്കാം. അപ്പോൾ ഇതിൽ രണ്ടിലും കൂടി കോമൺ ആയിട്ട് ഇതാ ഉള്ള എലമെൻറ്റിനെ പതുക്കെ വെട്ടിയിട്ടിട്ടുണ്ടെങ്കിൽ എ മൈനസ് ബി എന്നാൽ 1 2, ബി മൈനസ് എ എന്നാൽ ബി മൈനസ് എ എന്നാൽ ബിയിലുള്ള എലമെൻറ്റ്സ്, അതായത് 4 5. നോക്കൂ, എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോമൺ എലമെൻറ്റിനെ മാറ്റി എയിൽ മാത്രമുള്ള എലമെൻറ്റിനെ എഴുതാം. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ എന്താ വരിക? എ മൈനസ് ബി ദറ്റ് ഇസ് ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. ബിയിലെ എലമെൻറ്റ് അല്ല. അതുപോലെ തന്നെ ബി മൈനസ് എ വരികയാണെങ്കിലോ എക്സ് സച്ച് ദാറ്റ് എക്സ് ഈസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഈസ് ആൻ എലമെൻറ്റ് ഓഫ് ബി. അപ്പോൾ ബിയിലുള്ള എലമെൻറ്റ്സ് കണ്ടോ, ബി മൈനസ് എ ആണെങ്കിൽ ബിയിലുള്ള എലമെൻറ്റ് എഴുതണം, എയിലുള്ള എലമെൻറ്റ് എഴുതാൻ പാടില്ല. അപ്പോൾ അതിനാണ് നമ്മൾ എന്ത് പറയുക, ഡിഫറൻസ് ഓഫ് സെറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ബി മൈനസ് എ, അപ്പോൾ ഇവിടെ പറഞ്ഞു എ ഈക്വൽ ടു 1 2 3 ആണ്, ബി ഈക്വൽ ടു 3 4 5 ആണ്. ഓക്കെ, ഇതാണ് രണ്ട് സെറ്റ് തന്നിരിക്കുന്നത്. അപ്പോൾ എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ കോമൺ ആയിട്ടുള്ളതിനെ കട്ട് ചെയ്തു, നമുക്ക് 1 2 എന്ന് എഴുതി. ബി മൈനസ് എ പറഞ്ഞു, കോമൺ ആയിട്ടുള്ളതിനെ കട്ട് ചെയ്തു, ബിയിലുള്ള 4 5 എഴുതി. അപ്പോൾ അതിൻ്റെ ഡെഫിനിഷൻ വരുന്നത് എ മൈനസ് ബി ഈക്വൽ ടു എക്സ് സച്ച് ദാറ്റ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് ബി, നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഗ്രാഫ് എങ്ങനെയാണ്? വെൻ ഡയഗ്രാം. ഇത് എ ആണ്, ഇത് ബി ആണ്. എ ബി കോമൺ ആയിട്ടുള്ള എലമെൻറ്റിനെ കളഞ്ഞു, ബാക്കി കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് പോയി കഴിഞ്ഞാൽ എയിലുള്ള എലമെൻറ്റ് ഇതാണ് എ മൈനസ് ബി. ഇനി അടുത്തത് എ ബി മൈനസ് എ എങ്ങനെയാണ്? കോമൺ ആയിട്ടുള്ള എലമെൻറ്റ് കഴിഞ്ഞ ബിയിലുള്ള എലമെൻറ്റ്, ഇതിനാണ് നമ്മൾ എന്ത് പേര് പറയുക? ബി മൈനസ് എ. ഇത് എ ആണ്, ഇത് ബി ആണ്. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക്കിൽ 4 പോയിൻ്റാണ് ഉള്ളത്. ഒന്ന് യൂണിയൻ, ഇൻ്റർസെക്ഷൻ, ഡിസ്ജോയിൻറ്റ് സെറ്റ്, ഡിഫറൻസ് ഓഫ് 2 സെറ്റ്സ്. ഓക്കെ, ഇനി നമ്മൾ ഇതിൽ പറയാത്ത ഒരു പ്രോപ്പർട്ടി എന്ന് പറയുന്നുണ്ടെങ്കിൽ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. അപ്പോൾ എ യൂണിയൻ ബി ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ നോക്കി, ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. എ യൂണിയൻ ബി ബ്രാക്കറ്റ് ഇട്ടു, ഇൻ്റർസെക്ഷൻ എ യൂണിയൻ സി, എ യൂണിയൻ സി. നോക്കൂ, ഇപ്പോൾ ഇത് മൾട്ടിപ്ലിക്കേഷൻ ആണെങ്കിൽ നമ്മൾ എ ബി എ സി എന്നെഴുതും. അതുപോലെ എ യൂണിയൻ ബി എ യൂണിയൻ സി. ഇനി ഇതേ സ്ഥലത്ത് ഇൻ്റർസെക്ഷൻ വന്നാലോ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. അപ്പോൾ ഞാൻ ഇതിനെ ഇങ്ങനെ തന്നെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണ്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി, എ ഇൻ്റർസെക്ഷൻ സി. ഇതാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. യൂണിയനും ഇൻ്റർസെക്ഷനും കൂടി ചേർന്നുള്ള പ്രോപ്പർട്ടിയാണ് ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി. ഓപ്പറേഷൻസ് ഓൺ സെറ്റ്സ് എന്ന് പറയുന്ന ഈ സെക്ഷനിൽ നിന്നും എക്സാമിന് ചോദിക്കാറുള്ള ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ 1 മാർക്ക് ക്വസ്റ്റ്യൻസ്, അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാൻ, ഇത്തരം ക്വസ്റ്റ്യൻസ് ആണ് സാധാരണ ഇതിൽ നിന്ന് ചോദിക്കുന്നത്. ഇപ്പോൾ ലാസ്റ്റ് ടൈം എക്സാമിന് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഈ കൊണ്ടുവന്നിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസ് നോക്കാം. എ ആൻഡ് ബി ആർ 2 സെറ്റ്സ് സച്ച് ദാറ്റ് എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി, എ യൂണിയൻ ബി ഈക്വൽ ടു ഡാഷ്. ഇപ്പോൾ നോക്കൂ, എ ഈസ് എ സബ്സെറ്റ് ഓഫ് ബി. എ എന്ന് പറയുന്ന സെറ്റ് ബിയുടെ സബ്സെറ്റ് ആണെങ്കിൽ ബി ആണ് ഇവിടെ സൂപ്പർ സെറ്റായിട്ട് വരുന്നത്. സൂപ്പർ സെറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാ. അപ്പോൾ ബി എന്ന് പറയുന്ന സെറ്റ് ഇങ്ങനെയാണ് വരുന്നതെങ്കിൽ ഇതിൻ്റെ ഉള്ളിലാണ് നമുക്ക് എ എന്ന് പറയുന്ന സെറ്റ് വരുള്ളൂ. ഇതാണ് ബി, ഇതാണ് എ, ഇതാണ് യൂണിവേഴ്സൽ സെറ്റ്. അങ്ങനെയാണെങ്കിൽ നമ്മളോട് ചോദിച്ചിരിക്കുന്ന എ യൂണിയൻ ബി എന്താണ്? എയും ബിയും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എ യൂണിയൻ ബി ഈക്വൽ ടു ഡാഷ് എന്താ വരിക? ബി എന്ന് പറയുന്ന സെറ്റിൻ്റെ ഉള്ളിൽ 1 2 3 4 5 6 7 10 വരെയുണ്ട്. ആ 10 എലമെൻറ്റ്സിൽ ഏതെങ്കിലും 3 എലമെൻറ്റ്സോ 4 എലമെൻറ്റ്സോ ആയിരിക്കും എയിൽ വരുന്നത്. ദാറ്റ് മീൻസ് റിപ്പീറ്റേഷൻ ഇല്ല. അപ്പോൾ നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ എന്ത് തന്നെയാണ്? ബി തന്നെയാണ് നമുക്ക് അവിടെ കിട്ടുന്ന ആൻസർ. ഓക്കെ, കാരണം വലിയ സെറ്റാണ്, സൂപ്പർ സെറ്റാണ് ബി.
ഇത് സബ്സെറ്റാണ്. ഇതിൻ്റെ തന്നെ സബ്സെറ്റ് ആകുമ്പോൾ സെയിം എലമെൻ്റ് ആണ് ഇവിടെ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത്. അപ്പോൾ അവിടുത്തെ ആൻസർ ബി ആണ്. ഇനി അതുപോലെ തന്നെ ഇതിൻ്റെ ഉള്ളിൽ സെയിം ക്വസ്റ്റ്യൻ തന്നെ എ ഇൻ്റർസെക്ഷൻ ബി ചോദിച്ചാൽ നമ്മൾ എന്ത് ആൻസർ പറയും? ബി എന്ന് പറയുന്നത് സൂപ്പർ സെറ്റാണ്. ഇതിൻ്റെ ഉള്ളിൽ എ എന്ന് പറയുന്നത് 2-3 എലമെൻസേ ഉള്ളൂ. അപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് വരുന്നത് ഏതാണ്? അതായത് കോമൺ, രണ്ടിലും കോമൺ ആയിട്ട് എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്സ് ഏതാണ്? എയിലെ എലമെൻറ്റ്സ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ എന്താണ്? എ. ഓക്കെ, ഇനി നമ്മളോട് ചോദിക്കുകയാണ് സെയിം സാധനം തന്നെ എ മൈനസ് ബി ആണ് എന്നെങ്കിൽ നമുക്ക് അതിൻ്റെ ആൻസർ എന്തായിരിക്കും? എയിൽ ഒരു സെറ്റ്, ബി എന്ന് പറയുന്നത് വലിയ സെറ്റാണ്, ആ വലിയ സെറ്റും എ എന്ന് പറയുന്നത് ഇതിൻ്റെ തന്നെ ചെറിയ സെറ്റുമാണ്. അപ്പോൾ കോമൺ എലമെൻറ്റ്സ് എല്ലാം കളഞ്ഞാൽ എ മൈനസ് ബി ആണെങ്കിൽ നമുക്കിവിടെ കിട്ടുന്ന ആൻസർ നൾ സെറ്റ്. ഒറ്റ എലമെൻറ്റും ഉണ്ടാവില്ല ബാക്കി. എങ്ങനെയല്ലേ ഡിഫറൻസ് കാണുന്നത്? കോമൺ എലമെൻറ്റിനെ നമ്മൾ കട്ട് ചെയ്ത് കളഞ്ഞ് എയിലുള്ള എലമെൻറ്റ്സ് എത്ര ഉണ്ടോ ആ എലമെൻറ്റ്സ് ആണ് എ മൈനസ് ബി. കോമൺ എലമെൻറ്റ്സിനെ കട്ട് ചെയ്ത് ബിയിൽ എത്ര എലമെൻറ്റ്സ് ഉണ്ടോ അതാണ് ബി മൈനസ് എ. ഓക്കെ, എന്താ ഫോർമുല? എക്സ് ഇസ് ആൻ എലമെൻറ്റ് ഓഫ് എ ആൻഡ് എക്സ് ഇസ് നോട്ട് ആൻ എലമെൻറ്റ് ഓഫ് ബി. ഇതാണ് എ മൈനസ് ബിയുടെ ഡെഫിനിഷൻ. എക്സ് സച്ച് ദാറ്റ്, കണ്ടോ, എ മൈനസ് ബിയുടെ ഡെഫിനിഷനാണ്. ക്ലിയർ അല്ലേ? പിന്നെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ആണ്, if a and b are two disjoint sets with a number of a equal to 4 and number of b equal to 2, ഫൈൻഡ് ചെയ്യാൻ പറഞ്ഞേക്കാൻ നോക്കൂ. then number of a minus b, number of a minus b നമുക്ക് കാണണം, number of b minus a നമുക്കറിയണം. ഓക്കെ, ഇപ്പോൾ എന്താ പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 ആണ്, നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 ആണ്. ഓക്കെ, നമ്പർ ഓഫ് എ എന്ന് പറഞ്ഞാൽ 4 ആണ്. എ ആൻഡ് ബി ആർ, ഇവിടുത്തെ പ്രത്യേകത എന്താ? എയും ബിയും ഡിസ്ജോയിൻ്റ് ആയിട്ടുള്ള സെറ്റാണ്, പരസ്പരം ഒരു ബന്ധവും ഇല്ലാത്ത ഡിസ്ജോയിൻ്റ് ആയിട്ട് കിടക്കുന്ന സെറ്റാണ്. ഇതാണ്. ഇതിൻ്റെ ഉള്ളിൽ 4 എലമെൻറ്റ്സ് ഉണ്ട്, ഇതിൻ്റെ ഉള്ളിൽ 2 എലമെൻറ്റ്സ് ഉണ്ട്. അങ്ങനെയാണെങ്കിൽ ഒന്നും കോമൺ ആയിട്ട് കട്ട് ചെയ്യാനില്ല, നമുക്ക് കട്ട് ചെയ്ത് പോകാനൊന്നുമില്ല, കോമൺ എലമെൻറ്റ്സ് ഇല്ല. അപ്പം നമ്പർ ഓഫ് എ മൈനസ് എ എത്ര വരും? എയിൽ എക്സിസ്റ്റ് ചെയ്യുന്ന എലമെൻറ്റ്, ദാറ്റ് മീൻസ് നമ്പർ ഓഫ് എ മൈനസ് ബി എന്ന് പറയുന്നത് 4 ആയിരിക്കും. ഇവിടെ നമ്പർ ഓഫ് ബി മൈനസ് എ ആണെങ്കിലോ ഇതിലും കോമൺ ആയിട്ടൊന്നുമില്ല. അപ്പോൾ ബിയിൽ റിമൈനിങ് എന്ന് പറയുന്നത് ആകെയുള്ള എലമെൻറ്റ്സ് 2 ആണ്, ആ 2ഉം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ നമ്പർ ഓഫ് എ മൈനസ് ബി 4 ആണ്, നമ്പർ ഓഫ് ബി മൈനസ് എ 2 ആണ്. ഇത്തരം ക്വസ്റ്റ്യൻസ് എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്, ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇനി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കൂ. എ എന്ന് പറയുന്ന ഒരു സെറ്റ്, ബി എന്ന് പറയുന്ന ഒരു സെറ്റ്, സി എന്ന് പറയുന്ന ഒരു സെറ്റ് തന്നിട്ടുണ്ട്. ഇതിൽ നിന്നും എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ആ പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഏത് പ്രോപ്പർട്ടിയാണ്? ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടിയാണ്. ദാ ഇതിനെ ഉള്ളിലോട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്താൽ എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി ആണ്. അപ്പോൾ ഡിസ്ട്രിബ്യൂട്ടീവ് പ്രോപ്പർട്ടി പ്രൂവ് ചെയ്യാം. അപ്പോൾ നമുക്ക് നോക്കൂ, എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി. ഇതിൻ്റെ ഉള്ളിൽ ആദ്യം ഞാൻ എന്ത് ചെയ്യുന്നു? ബി യൂണിയൻ സി എടുക്കുകയാണ്. ബി യൂണിയൻ സി, ബിയും സിയുടെയും കൂടി യൂണിയൻ. അപ്പോൾ 1 2 3 4 1 2 3 4 5 6 8 9 10. നോക്കൂ, 1 2 3 4 5 6 7 ഇല്ല, 8 9 10 ബി യൂണിയൻ. ഇനി എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ദാറ്റ് മീൻസ് ഇതിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ ഏതാ? 1 2 3 4 5 എല്ലാം ഉണ്ടല്ലേ. അപ്പോൾ 1 2 3 4 5 ഇതാണ് രണ്ടിൻ്റെയും കൂടി ഇൻ്റർസെക്ഷൻ. ഇക്വേഷൻ നമ്പർ 1. ഇനി അടുത്തത് നോക്കൂ, എ ഇൻ്റർസെക്ഷൻ ബി ആണ് അടുത്ത് എഴുതാൻ പോകുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി, അപ്പോൾ രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് ആരൊക്കെയാണ്? 2 3 2 3 2 3, രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത് നോക്കൂ, 2 3. ഇനി അടുത്തത് എന്താണ്? എ ഇൻ്റർസെക്ഷൻ സി. എ ഇൻ്റർസെക്ഷൻ സി എന്ന് പറഞ്ഞാൽ എയിലും സിയിലും കൂടി കോമൺ ആയിട്ടുള്ളത് ആരാണ്? 1 ഉണ്ട്, പിന്നെ 4 ഉണ്ട്, 5 ഉണ്ട്. 1 ഉണ്ട്, 4 ഉണ്ട്, 5 ഉണ്ട്. ഓക്കെ, ഇതാണ് രണ്ടിലും കൂടി കോമൺ ആയിട്ടുള്ളത്. ഇനി ഇതിൻ്റെ രണ്ടിൻ്റെയും കൂടി യൂണിയൻ ആണ് പറഞ്ഞേക്കുന്നത്. എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ എ ഇൻ്റർസെക്ഷൻ സി, ദാറ്റ് ഇസ് ഈക്വൽ ടു 1 2 3 4 5. ഓക്കെ, ഇക്വേഷൻ നമ്പർ 2. From 1 and 2 we can write this is equal to this. അതായത് എ ഇൻ്റർസെക്ഷൻ ബി യൂണിയൻ സി, ദാറ്റ് ഇസ് ഈക്വൽ ടു എ ഇൻ്റർസെക്ഷൻ ബി union A intersection C. From 1 and 2 we can write
From 1 and 2 we can write A intersection B union C, that is equal to A intersection B union A intersection C. Okay.